കുറെ ട്രോളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ശിവൻകുട്ടി അപ്പൂപ്പൻ മാങ്ങേട്ടിരി ഷംസുദ്ദീൻ അങ്കിൾ എന്നാണ് ലീഗ് കൈകാര്യം ചെയ്യുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തത് ലീഗ് മന്ത്രിമാരാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. PM ശ്രീ ഇനിയും ചർച്ചയാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വാങ്ങുന്ന ടാക്സുകളുടെ ഒരു വിഹിതമാണ് പല രൂപത്തിലുമായിട്ടുള്ള എയ്ഡായിട്ട് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിനിങ്ങനെ നിബന്ധനകൾ വെക്കുന്നതിൽ കാര്യമില്ല. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ തയ്യാറായതുമാണ്. അത് പക്ഷേ ഒപ്പിട്ടതാണ് പക്ഷേ എതിർപ്പ് കാരണം പിന്നീട് വേണ്ടെന്ന് വെച്ചതുമാണ്. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതാണ്. എന്തായാലും PM ശ്രീയുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പോളിസി മാറ്റർ ആണല്ലോ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല. ഈ കാര്യത്തിൽ NSSന്റെ SNDPയുടെ ക്രൈസ്തവ സഭകളുടെ ഇവർക്കൊക്കെ കുറേ ആശങ്കകൾ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. മതേതര വിദ്യാഭ്യാസം അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. ഈ മതേതരം എന്നുള്ള വാക്കിന് ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിന് വളരെ പ്രസക്തിയുണ്ട്. വളരെ കുടുസായ ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നു, തെറ്റായ ചരിത്രം അവർ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കേന്ദ്രവുമായിട്ട് അപ്പോൾ ഒരു ടഗ് ഓഫ് വാർ വേണ്ടി വരും പലപ്പോഴും. ഇവിടെ നമ്മളല്ലേ ഇവിടുത്തെ സിലബസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ മേഖല അതിൽ താങ്കൾ തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതിനുള്ള പാളിച്ചകൾ കാരണം ആത്മഹത്യ ചെയ്ത അധ്യാപകനുണ്ടായിരുന്നു.